ദാമ്പത്യ ജീവിതം നയിക്കുന്ന ദമ്പതിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് വൃത്തികെട്ട സ്വഭാവം. ഞാനും പിള്ളേരും പുള്ളിയുടെ കൺമുമ്പിൽ കൂടി പോയാലും വർഷം വിട്ടുകയും ഇങ്ങനെ നടക്കുക ഏതാണ്ട് കടന്നിൽ ഊത്തിയ പോലെ. പ്രതിഷേധം എപ്പോഴും ദാമ്പത്യത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് ഞാൻ പറയാം. മൂന്നാമത് ഒരാളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ് തല്ലുകൂടി നിങ്ങളുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുത്. എങ്ങനെ നിർത്താൻ നോക്കുന്നു അതിന്റെ ഇരട്ടി സ്വരത്തിലാ. പിന്നെ പിള്ളേരെ കണ്ടിട്ടില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ശാന്തമാക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇരട്ടി സ്പീഡിൽ എങ്ങോട്ട് വരും. പക്ഷെ ദാമ്പത്യത്തിന്റേതായ സ്നേഹമോ ദാമ്പത്യത്തിന്റേതായ ഐക്യമോ ഇതൊന്നും ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്നുണ്ട് കാര്യമുണ്ട്. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകും. സ്നേഹിക്കണമെന്നുണ്ട്, ക്ഷമിക്കണമെന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ട്. അനേകർ പറയുന്ന ഒരു വാക്കാണ് പറ്റണില്ല. ഒരു തിന്മ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അതുകൊണ്ടാണല്ലോ ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവരനുഭവിച്ചൊരവസ്ഥയാണ് നഗ്നത. ബിബ്ലിക്കലി നഗ്നത എന്ന് പറഞ്ഞാൽ അടിമത്തമാണ്. അടിമത്തം. ഇപ്പൊ ദൈവസ്നേഹത്തിന്റെ അടിമത്തത്തിലായിരുന്നവർ പാപം ചെയ്തപ്പോ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി. ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്നൊളിച്ചു എന്നാണ് ആദം പറഞ്ഞത്. തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയി. ഇപ്പൊ പാപം ആവർത്തിച്ച് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു പാപം ആവർത്തിച്ച് ചെയ്യുമ്പോൾ, മറ്റൊരു വാക്യം പറഞ്ഞാൽ ആവർത്തിച്ച് പാപസ്വരത്തിന്, ദൈവസ്വരത്തിനല്ല പാപസ്വരത്തിന് നാം കാതോർക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം ആരെ അനുസരിക്കുന്നുവോ അവന്റെ അടിമയായി മാറും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനം എടുത്ത് ശ്രദ്ധിച്ചിട്ടാണ്, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ. ഇപ്പൊ ദൈവത്തിനാണ് നിങ്ങളെ തന്നെ അനുസരണമുള്ള ദാസരെ പോലെ സമർപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഓരോ സമയവും ആത്മാവിന്റെ പ്രേരണ, ഗലാത്യ 5:16 പറയുന്ന പോലെ, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ, ജഡത്തിന്റെ വികാരങ്ങൾക്ക് നിങ്ങളെ തന്നെ അടിപ്പെടുത്തരുത്. ഓരോ നിമിഷം ആത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ചാണ് ഒരു ദൈവ പൈതൽ ദൈവിക പ്രേരണയ്ക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ദൈവത്തിന്റെ അടിമയാണ്. എന്നാൽ നേരെ തിരിച്ച് വചനം പറയുന്നത് പോലെ, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ പാപത്തിന് പ്രേരണ തരുന്ന, എല്ലാ പാപത്തിന്റെ പിന്നിലും അതിന് പ്രേരണ തരുന്ന ഒരു ദുരാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ വചനം പറയുന്ന പോലെ മദ്യപാനത്തിന്റെ ദുരാസക്തി, ദുരാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ജഡിക പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരാത്മാവിന്റെ മേൽ ഈ ദുരാത്മാവ് നിയന്ത്രണം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടെന്താ, ഇവന് സ്വയംഭോഗം ചെയ്യാതിരിക്കാൻ പറ്റണില്ല, ഇവന് ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ പറ്റണില്ല, ഇവന് ദാമ്പത്യ വിശ്വസ്തതയിൽ നിലനിൽക്കാൻ പറ്റണില്ല. എത്ര ശ്രമിച്ചിട്ടും വിശുദ്ധ ജീവിതം പറ്റണില്ല. കാരണം എന്താ, ഇവന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ചില സമയത്ത് നല്ല ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, ദൈവത്തോട് ദൈവമേ എന്നെ സഹായിക്കണം, ഇതെല്ലാം പക്ഷേ പറ്റണില്ല. കാരണം എന്താ, ഈ തിന്മ ഈ ആത്മാവിന്റെ മേൽ നിയന്ത്രണം എടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്നലകളിൽ നിരന്തരമായി ആത്മാവിന്റെ പ്രചോദനം സ്വീകരിക്കാതെ ജഡത്തിന്റെ പ്രേരണകൾക്ക് വശംവദരായപ്പോൾ ആ പാപത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്ന തിന്മ ആത്മാവിന്റെ മേൽ നിയന്ത്രണം എടുത്ത് കൺട്രോൾ എടുത്തു. ഇപ്പൊ അവനൊരു കൺട്രോളും ഇല്ല, അവന്റെ സകല കൺട്രോൾ പോയി. ഇപ്പൊ തിന്മയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവുള്ളത് ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ, ചില സ്വഭാവം കാണുമ്പോൾ, ചില പ്രകടമാകുന്ന ചില സ്വഭാവത്തിന്റെ സവിശേഷതകളെ കാണുമ്പോൾ നമ്മൾ ഇതെന്താ പിശാച് കയറിയതാണോ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചിലർക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായ ഒരു വിഷയത്തിൽ നമുക്ക് ദേഷ്യപ്പെടാം. വികാരമാണ്. കർത്താവ് അതിന് അനുവാദം തന്നിട്ടുണ്ട്. കോപിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, കോപിക്കാം. വികാരമാണ്, കർത്താവ് തന്നിരിക്കുന്ന വികാരം. പക്ഷേ കർത്താവിന്റെ അടുത്ത വചനം പറയുന്നതിന് സൂര്യാസ്തമയം വരെ അത് നീണ്ടു നിൽക്കരുത്. സാത്താന് അവസരം കൊടുക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന ദമ്പതിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
ദാമ്പത്യ ജീവിതം നയിക്കുന്ന ദമ്പതിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു പ്രശ്നമില്ലാത്ത ഒരു ദാമ്പത്യമില്ല. കാരണം എന്താ? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും പൂർണ്ണരല്ല. അപൂർണരായ, വ്യത്യസ്തങ്ങളായ വൈകാരികതകളുള്ള, സ്വഭാവത്തിന്റെ വ്യത്യസ്തതകളുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായും അവരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യങ്ങളില്ല, അതേക്കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യം. പക്ഷെ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടായെന്ന് വിചാരിക്കുക, തല്ലുകൂടി, ഭാര്യയും ഭർത്താവും കൂടി അടി ഉണ്ടാക്കി, രാവിലെ അടി ഉണ്ടാക്കി, നേരം വെളുത്തപ്പോഴേ. ചിലവർ രാവിലെ തുടങ്ങുമ്പോഴേ അടിയിട്ടാ തുടങ്ങുന്നത്. അടി രാവിലെ തുടങ്ങിയതാണ്. അടി എന്തോ ഒരു കാര്യം പറഞ്ഞ്, നിസാര കാര്യം പറഞ്ഞ്, പിള്ളേരുടെ എന്തോ കാര്യം പറഞ്ഞ് തുടങ്ങിയതാ. ചേട്ടൻ പറഞ്ഞു, എടീ നീ 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 ശ്രദ്ധിക്കാത്തോണ്ടാ പിള്ളേർ ഇങ്ങനെ. അപ്പൊ ചേച്ചി തിരിച്ചു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ, എന്റെ മാത്രം ഉത്തരവാദിത്വം അല്ലല്ലോ. ആണോ? കൃപയ്ക്ക് തുല്യ പങ്കാളിത്വം അല്ലേ നമുക്കുള്ളേ. അതുകൊണ്ട് ഈ സാധനം എന്റെ മാത്രമല്ലല്ലോ, നിങ്ങളുടെ സ്വഭാവമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം അതുപോലെ തന്നെ കണ്ടോ വാർത്ത് വെച്ചേക്കുന്നു. നിങ്ങളുടെ അതേ ആ ദേഷ്യം ഉണ്ടല്ലോ, കണ്ടേ കിട്ടിയിട്ടുണ്ട്. അവിടെ തുടങ്ങിയതാ. പിന്നെ അന്നത്തെ ദിവസം മുഴുവനും കീരിയും പാമ്പും പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചില അവസ്ഥകളൊക്കെ നമ്മുടെ ദാമ്പത്യത്തെ, കുടുംബത്തിലൊക്കെ ഉണ്ടാകും. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അടിയും ബഹളമൊക്കെ ഉണ്ടാകും. ഒക്കെ കോപിക്കാം, അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, സൂര്യാസ്തമയം വരെ അത് നീണ്ടുപോകരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ അച്ഛാ അടി ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ പുള്ളി 3-4 ദിവസത്തേക്ക് മിണ്ടുകയല്ല. എന്തൊരു വൃത്തികെട്ട സ്വഭാവം അച്ഛാ. പറഞ്ഞ എന്ത് വൃത്തികെട്ട സ്വഭാവം അച്ഛാ. ഞാനും പിള്ളേരും പുള്ളിയുടെ കൺമുമ്പിൽ കൂടി പോയാലും ഒരക്ഷരം മിണ്ടുകയല്ല. ഇങ്ങനെ നടക്കുക, ഏതാണ്ട് കടന്നൽ കൂത്തിയ പോലെ ഒരക്ഷരം മിണ്ടുകയല്ല. പ്രതിഷേധം 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 കാണിക്കുന്ന ഒരക്ഷരം മിണ്ടുകയല്ല അല്ലെ. ഏറ്റവും നല്ല പ്രതിഷേധമാണ് എന്ത്? അത് നല്ല നല്ല ആയുധമാണ് കേട്ടോ. നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിശബ്ദത നല്ല ആയുധമാണ്. അല്ലെ, നിങ്ങളൊന്നും മിണ്ടാതെ, നിങ്ങൾ എന്തെങ്കിലും പറയാതെ വെറുതെ ഇപ്പൊ ഒന്നും മിണ്ടണ്ടല്ലേ. ചില സമയത്ത് മിണ്ടണമെന്ന് പോലും ഇല്ല. ഇങ്ങനെ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിയാൽ മതി, അപ്പോഴെല്ലാം മനസ്സിലാവും അല്ലേ. എന്ന് പറയുന്നത് ഇവിടെ എന്താ വെച്ചാ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ. പോരെ, ഈ പിള്ളേരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോ പിള്ളേരെ അറിയിക്കും, നാട്ടുകാരും അറിയും. പിള്ളേര് മാത്രമല്ല, നാട്ടുകാരും അറിയും. കാരണം എന്തോ, ഇവിടെ കടന്ന് ചെറിയ കാര്യം ഉണ്ടാക്കി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ശബ്ദം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. ചേട്ടൻ പറയും, എടി നീ പയ്യെ പറയടി, സ്വരത്താഴ്ത്തി പറയും. നാട്ടുകാർ കേൾക്കും, കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, വീട്ടുകാർ. പിന്നെ എങ്ങനെ നിർത്താൻ നോക്കുന്നു, അതിന്റെ ഇരട്ടി സ്വരത്തിലാ. പിന്നെ പിള്ളേരെ കണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ശാന്തമാക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഇരട്ടി സ്പീഡിൽ എങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരു മിണ്ടാട്ടുമില്ല. 2-3 ദിവസം ഈ ചേച്ചി പറഞ്ഞ എന്താ വെച്ചാ, 2-3 ദിവസത്തേക്ക് ഒരു മിണ്ടാട്ടുമില്ല. എന്തൊരു വൃത്തി, ഈ വാക്ക ഉപയോഗിച്ച്, എന്തൊരു വൃത്തികെട്ട സ്വഭാവം ഈ മനുഷ്യന്റെ, വൃത്തികെട്ട സ്വഭാവം. ചിലർ മിണ്ടാതിരിക്കും, അത് പിന്നെ അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ചിലവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അപ്പൊ ബാഗും തൂക്കി. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2-3 വർഷം ആയിട്ടുള്ളൂ, പിള്ളേരൊന്നും ആയിട്ടില്ല. പിള്ളേരാകുന്ന എങ്ങനെ? ഇവള് 6 മാസത്തില് 5 മാസം വീട്ടിൽ തന്നെ. ഒരു ബാഗ് റെഡിയാക്കി വെച്ചേക്കോ ഫുൾ ടൈം. എന്തിനാന്നറിയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ പോവുക കേട്ടോ, താൻ അങ്ങോട്ട് പോരെ, പോവാ. ഞാൻ ഒന്നും അമ്മായിയമ്മ ചോദിക്കുക, ഇവൾക്ക് ഇത് എന്നാ പറ്റി? ഞാൻ അച്ഛൻ അപ്പൊ അമ്മയോട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ ചെറിയൊരു പുള്ളി മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവള് ബാഗും തൂക്കി ദാണ്ടെ പോണു. ഓട്ടോ അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. അടിയുണ്ടായി ഒരു 5 മിനിറ്റ് ഗ്യാപ്പെങ്കിലും വേണ്ടേ?
ഈ ഗ്യാപ്പ് കിട്ടിയല്ലേ. അടുക്കളയിൽ വെച്ച് അടിയുണ്ടായാൽ ഇവർ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ വീട്ടുമുറ്റത്ത് ഓട്ടോ വന്നു, അവള് മുറി കയറി ബാഗും എടുത്ത് തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടാ കടന്നെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോ അടിയുണ്ടാക്കണമെന്ന് ഒറ്റ പോക്കാന്ന് പറഞ്ഞു. ചിലർ വീട് വിട്ടിറങ്ങി പോവാ, എന്നിട്ട് പിന്നെ വിളിക്കാൻ പോണം. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്നറിയോ, ഞാൻ ഓരോ പ്രാവശ്യം അടി ഉണ്ടാക്കുമ്പോ ഞാൻ പോയി വിളിക്കും, അവള് വരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പോയി വരും, വിളിച്ചാ വരും, അത് കുഴപ്പമില്ല, വിളിച്ചാ വരും. അവസാനം അടി ഉണ്ടാക്കി അവൾ ഇറങ്ങിപ്പോയി. ഈ പുള്ളി അവന്റെ ഈഗോ ഹേർട്ടായതുകൊണ്ട് അവൻ വിളിക്കാൻ പോയില്ല. അപ്പൊ അവൾ അവിടെ തന്നെ നിൽക്കുക. അവളപ്പോ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ചേട്ടന്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞേ, ഇപ്പൊ കുറച്ച് ദിവസമായി, സാധാരണ അടി ഉണ്ടാക്കി 2-ാം ദിവസവും പോയി വിളിച്ചുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഇവൻ വിളിക്കും, എന്നാലും മസിലൊക്കെ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവള് തിരിച്ചു പോരുന്ന. പ്രസാദ് വിളിക്കാൻ പോയില്ല. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എടാ നീ പോയി വിളിക്കടാ അവളെ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയാണോ? ആണോ? ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് ഇറങ്ങിപ്പോകാൻ? അല്ല, അവളല്ലേ പോയെ. അവള് തന്നെ പോകാൻ അറിയാമെങ്കിൽ അല്ലേ, കണ്ണുകെട്ടിയൊന്നും അല്ലല്ലോ കൊണ്ടുപോയേ. ഇപ്പോഴാണെങ്കിൽ ലൊക്കേഷനുള്ള മാപ്പും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വഴിയറിയത്തില്ലെങ്കിൽ ലൊക്കേഷൻ ഓണാക്കിയിട്ട് അവള് പോരട്ടെ. അവൻ പറഞ്ഞു ഞാൻ പോവുകയല്ല. പിന്നെ ഞാൻ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവളെയും വിളിച്ച് ഇവനെയും വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഒരു പ്രാവശ്യത്തേക്കും കൂടി നീ വിളിക്ക്, നിന്റെ അമ്മ പറഞ്ഞതല്ലേ, വിളിക്ക്. ചിലവര് നിസാര കാര്യം പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോ. നിനക്ക് പിന്നിൽ തിന്മയുണ്ട് കേട്ടോ, നിസ്സാരമായിട്ട് കാണരുത്. കാരണം നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ മേൽ ശത്രുവിന്, ഒരു കുടുംബത്തിന്റെ മേൽ, ദാമ്പത്യത്തിന്റെ മേൽ തിന്മയ്ക്ക് എപ്പോഴും ഒരു കണ്ണുണ്ട്. അവന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ദാമ്പത്യത്തെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണോ അതിന്റെ വിപരീതമായ ലക്ഷ്യമാണ്. ഇനിമേൽ നിങ്ങൾ ഒന്നാണ് രണ്ടല്ല എന്നുള്ള ദൈവീക പദ്ധതിക്കെതിരെ ശത്രു പ്രവർത്തിക്കുമ്പോ അവന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒന്നായിരിക്കുന്നവരെ രണ്ടാക്കാന്നുള്ളതാണ്. എങ്ങനെയെങ്കിലൊക്കെ സമാധാനത്തിൽ ഒന്നായി പൊക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ തകർത്ത് കളയും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം ദാമ്പത്യത്തിൽ ഇല്ല എങ്കിൽ ചിലപ്പോൾ ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കുറിച്ച്, അവരുടെ മാതാപിതാക്കളെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, ഇവരുമായി നിസ്സാര ബന്ധമുള്ള ചില വ്യക്തികളെ കുറിച്ച് സംസാരിച്ച് ഇവരുടെ ദാമ്പത്യം തകർന്നു പോകാൻ പോലും കാരണമാകും. എപ്പോഴും ദാമ്പത്യത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് ഞാൻ പറയാം. മൂന്നാമത് ഒരാളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ് തല്ലുകൂടി നിങ്ങളുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇത് ജ്ഞാനമാണ്. കാരണം അവനെ അവളെയാണ് സാത്താൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? നിങ്ങളുടെ സന്തോഷത്തിലും സമാധാനത്തിലും പൊക്കൊണ്ടിരുന്ന ദാമ്പത്യത്തെ തകർത്ത് കളയാൻ. എല്ലാവരും മറുത്ത് പറ ഹല്ലേലൂയ. സർവ്വരുത്ത് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ചിലവർ ഇങ്ങനെ വീട് വിട്ടൊന്നും ഇറങ്ങി പോവുകയല്ല. എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ മുറി പോയി, ചേട്ടൻ ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് കിടന്നോളാം. പായ എല്ലാം പിറക്കി, ബെഡൊക്കെ പിറക്കി നേരെ അപ്പുറത്തെ മുറിയിലേക്ക് പോയി കിടക്കും. കുറച്ചു ദിവസം അവിടെ വാസം. ചിലവര് ചേട്ടൻ കട്ടിലെ കിടന്നോ, ഞാൻ കട്ടിലിന് അടിയിൽ കിടന്നോളാം. എന്തൊരവസ്ഥയാന്ന് നോക്കി. കർത്താവ് എന്നാ പറഞ്ഞു? സൂര്യാസ്തമയത്തിന് മുമ്പ്, ശ്രദ്ധിക്കണേ, സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടായ പരിക്കുകളെ, സ്നേഹത്തിലുണ്ടായ പരിക്കുകളെ നിങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ആ ദാമ്പത്യത്തിന്റെ വിള്ളലുകൾക്കുള്ളിൽ ശത്രു പ്രവേശിക്കും. പിന്നെ അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സ്നേഹത്തിൽ അവർ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. കാരണം ചില സമയത്ത് കൗൺസിലിംഗ് മുറിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇല്ലാത്ത സമയമുണ്ടാക്കി എൻ്റെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് ഞാൻ രാവിലെ 9 മണിക്ക് ഇരുന്നിട്ട് വൈകുന്നേരം 3 മണി വരെയാണ് ഒരു ദാമ്പത്യത്തെ ഒന്ന് സെറ്റിൽ ചെയ്യാനിരുന്നത്. 1-2 മണിക്കൂറൊന്നുമല്ല. ആ പെങ്കൊച്ചിനെ കേൾക്കും, ഇവനെ കേൾക്കും, പിന്നെ അവളെ കേൾക്കും, ഇവനെ കേൾക്കും. അപ്പൊ അവള് പറയുന്ന കാര്യങ്ങൾക്ക് ഇവൻ ഇവന്റേതായ ന്യായീകരണമുണ്ട്. പിന്നെ ഇവനെ കേൾക്കും, ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് അവള് അച്ഛാ അതിന്റെ കാരണം ഇങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇവര് പറഞ്ഞു 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 ഇങ്ങനെ ഇരിക്കുക. ഇതിന്റെ ഒക്കെ പിന്നിൽ തിന്മയ്ക്ക് ശക്തമായ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ദൈവം യോജിപ്പിച്ചതിനെ എങ്ങനെയെങ്കിലും
വേർപെടുത്തണം. ഡൈവേഴ്സ് ഒന്നും നടന്നിട്ടില്ല, പക്ഷെ ജീവിക്കുന്ന ഡൈവേഴ്സ് കഴിഞ്ഞ പോലെ, തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വിവാഹമോചനങ്ങളൊന്നും നടന്നിട്ടില്ല. കാരണം എന്താ? പബ്ലിക്കിന്റെ മുമ്പിൽ അത്ര കണ്ട് നാണം കെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, സമൂഹത്തിന്റെ മുമ്പിൽ അത്ര കണ്ട് നല്ലവരല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കപ്പെടാൻ താല്പര്യക്കുറവുള്ളത് കൊണ്ട് ഒരു വീട്ടിൽ ഒരു കുരക്കൂടിൽ കീഴിൽ താമസിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ദാമ്പത്യത്തിൻ്റെതായ സ്നേഹമോ ദാമ്പത്യത്തിൻ്റെതായ ഐക്യമോ ഇതൊന്നുമില്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ദൈവത്തിന്റെ മുമ്പിലല്ലേ ഉടമ്പടി ചെയ്തേ? മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങളെ വേർപെടുത്തില്ല എന്ന് ജീവിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്തിട്ട് ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ പോലും ആ സ്നേഹത്തെ പ്രതി, ആ ഉടമ്പടിയെ പ്രതി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എങ്കിൽ ശ്രദ്ധിക്കണേ, ദാമ്പത്യത്തിൽ നേരിടുന്ന സകല വിള്ളലുകളും, സ്നേഹത്തിലുണ്ടാകുന്ന സകല അസ്വസ്ഥതകളും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ തലമുറകളിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും ഏതെങ്കിലും രീതിയിൽ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ, ഉടമ്പടി ബന്ധത്തിൽ ഉലച്ചിലുകളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ മക്കളുടെ ജീവിതം കർത്താവ് കാരണമാക്കി മാറ്റും. അനേകം സാഹചര്യങ്ങൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. വിവാഹം നടക്കാത്ത മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള്, ജോലി മേഖല ശരിയാകുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, വിസ ശരിയാകുന്നില്ല, എന്തെല്ലാം കുഞ്ഞുങ്ങളുടെ രോഗം മാറുന്നില്ല, കുഞ്ഞ് സംസാരിക്കുന്നില്ല, നിരവധിയായ കാരണങ്ങള്, വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അങ്ങനെ നിരന്തരമായ അസ്വസ്ഥതകള്, പ്രശ്നങ്ങള്. എല്ലാ അസ്വസ്ഥതകളുടെ പിന്നിൽ നമ്മൾ സ്വാഭാവികമായി നിൽക്കുന്ന അസ്വസ്ഥതകളായിട്ട് തന്നെ കാണാതെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ട് എങ്കിൽ അത് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യും ഏതെങ്കിലും രീതിയിൽ. അതുകൊണ്ട് ആ റിഫ്ലക്ഷൻ കാണുമ്പോൾ അതിന്റെ കാരണം നിങ്ങളിലാണ് എങ്കിൽ അത് ആദ്യം പരിഹരിച്ചിട്ട് മക്കളുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിക്ക് ഒരു പരിഹാരം അന്വേഷിക്കാവൂ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വചനം, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? പൗലോസ് പറയാണ്, നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അപ്പോ പിശാചിന്, പാപത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പാപത്തിന്റെ അടിമകളാണ്. ഒന്നുകിൽ വചനം കൂടി, ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഇനി അതിന്റെ 22-ാമത്തെ വചനം പറയാണ്, ഇതിന്റെ പ്രതിഫലം എന്താണ്, ഇതിന്റെ ഫലം എന്താണെന്ന്. 20 മുതൽ വചനങ്ങൾ, നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. പാപത്തിന്റെ വേതനം, ശമ്പളം ആത്മീയ മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. ഇതിന്റെ എൻഡ് റിസൾട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഇങ്ങനെ അങ്ങേറ്റത്ത് സംഭവിക്കാൻ പോകുന്നതിനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒരു കൊച്ചിനെ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും നമ്മൾ ആ കൊച്ചിന്റെ ഫ്യൂച്ചർ കണ്ടിട്ടാ ചേർക്കുന്നത്. ഒരു കോഴ്സ് എടുക്കുമ്പോൾ പോലും നമ്മൾ അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടാ. എന്തിന്? വീട്ടിൽ ഒരു ഫർണിച്ചർ മേടിക്കുമ്പോൾ പോലും നമ്മൾ അതിന്റെ ലാസ്റ്റിംഗ് എന്തോരുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാ മേടിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപത്തിനൊരാത്മാവ് തന്നെ അടിയറ വെക്കുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട്, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ആത്മീയ മരണമാണ്, സ്പിരിച്വൽ ഡെത്ത്, നിത്യനാശമാണ്. എന്നാൽ ദൈവത്തിന് അടിമയായി ജീവിക്കുന്ന, ദൈവാത്മാവിന്റെ അടിമത്തത്തിലേക്ക് ജീവിതം വെച്ചുകൊടുത്തിരിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവന്റെ പ്രതിഫലം വചനം പറയുന്നു, അത് നിത്യജീവനാണ്. ഹല്ലേലൂയ. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. പക്ഷേ ഈ അടിമത്തത്തിന്റെ കെട്ടഴിയാതെ, ഇന്നലകളിൽ ആവർത്തിച്ച് ചെയ്തിട്ടുള്ള പാപത്തിലൂടെ പ്രവേശിച്ച പൈശാചിക ശക്തിയുടെ തിന്മയുടെ സ്വാധീനത്തിന്റെ കെട്ടഴിയാതെ നമുക്ക് ഇതിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകും. സ്നേഹിക്കണമെന്നുണ്ട്, ക്ഷമിക്കണമെന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ട്.
അനേകർ പറയുന്ന ഒരു വാക്കാണ് പറ്റണില്ല. പൗലോസ്ലീഹ പോലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകണില്ല. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്കറിയില്ല അച്ഛ എന്താ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, അച്ഛ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലുമല്ല, മറിച്ച് ഞാൻ എന്താണോ വെറുക്കുന്നത്, എന്താണോ ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പൗലോസ്ലീഹ പറയുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. മറ്റു വാക്യം പറഞ്ഞാൽ, ഈ പാപത്തിന് നമുക്ക് പ്രേരണ തരുന്ന ആ തിന്മ നമ്മൾ ഇച്ഛിക്കാത്തത് ചെയ്യാൻ നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചിലർക്ക് ചില ദുശീലങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതിന്റെ റൂട്ട് പല കാരണങ്ങളായിരിക്കും. എന്തുകൊണ്ട് ഒരുവൻ മദ്യപാനിയായെന്ന് ചോദിച്ചാൽ അത് പല കാരണങ്ങളുണ്ടാകാം. മനസ്സിന്റെ മുറിവാകാം, ഒറ്റപ്പെട്ടു പോയതാകാം, ആരെങ്കിലും മദ്യപാനത്തിന് പ്രേരണ നൽകിയതാകാം, അപ്പന്റെ മദ്യപാനം കിട്ടിയതാകാം, പല കാരണങ്ങളുണ്ടാകാം, കൂട്ടുകാര് നിർബന്ധിച്ചതാകാം, എന്തുവാകട്ടെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, അനേകം ദിവസങ്ങളും നാളുകളുമായി ഈ തിന്മയുടെ സ്വരത്തിന് തന്നെ വിട്ടുകൊടുത്തത് കൊണ്ട് ഇന്ന് ആ തിന്മയുടെ ആധിപത്യത്തിലായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പലതും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആവർത്തിച്ച് നാം ചെയ്തിട്ടുള്ള പാപത്തിലൂടെ നമ്മുടെ ആത്മാവിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ച തിന്മയുടെ സ്വാധീനങ്ങളിൽ വിടുതൽ കിട്ടാൻ ആവർത്തിച്ച് കർത്താവിന്റെ കരുണയും അവന്റെ ബലിയുടെ യോഗ്യതയും നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. വേറൊരു എളുപ്പവഴിയില്ല. ദൈവം സഹായിച്ചാലല്ലാതെ നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. നമ്മുടെ കഴിവിനും നമ്മുടെ പരിശ്രമത്തിനും നമ്മുടെ അധ്വാനത്തിനും പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 8:36 നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. മനസ്സിൽ പറയാം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും. പുത്രന് മാത്രമേ നമ്മളെ ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പറ്റൂ. ഈ അടിമത്തത്തിന്റെ നുഖത്തിൽ കഴിയുന്ന ഒരു ജീവിതത്തിന് സ്വാതന്ത്ര്യം വേണോ, അവൻ യേശുവിലേക്ക് വരണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിരന്തരം കർത്താവിന്റെ കാരുണ്യത്തിൽ, അവന്റെ സ്നേഹത്തിൽ, ഇന്നലകളിൽ എത്രമാത്രം ആവേശത്തോടെ ഞാൻ പാപത്തിന് എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ അടിമയാക്കിയോ, അതേ തീഷ്ണതയോടെ എന്ത് ചെയ്യണം, ദൈവസ്നേഹത്തിന് നമ്മെ അടിമകളാക്കണം. ദൈവസ്നേഹത്തിൽ ഐക്യപ്പെടണം. ആത്മാവിന്റെ പ്രേരണയ്ക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, നമുക്ക് ഇങ്ങനെ ചില അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റാവുന്ന ആഴ്ചകളിലെല്ലാം കുമ്പസാരിക്കുക. കർത്താവിന്റെ കരുണയുടെ കവാടത്തിലേക്ക് പോവുക. നമ്മള് ബലഹീനരാണ്. നമ്മുടെ പരിശ്രമം, നമ്മുടെ താല്പര്യങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ജീവിതത്തിൽ നടക്കണമെന്നില്ല. നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ വീണു പോകാൻ സാധ്യതകളുണ്ട്. അപ്പോഴൊക്കെ കർത്താവിന്റെ കാരുണ്യമാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്, പൊതിഞ്ഞു പിടിക്കുന്നത്. വീണുപോകാതെ, ഇടറിപ്പോകാതെ, ഇന്നലകളിൽ നാം ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് വീണ്ടും വീണുപോകാതെ നമ്മെ കരുതുന്ന ദൈവത്തിന്റെ
കരുണയാണ്. അതുകൊണ്ട് ആ കരുണയിലേക്ക് ജീവിതത്തെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ എന്റെ ആത്മാവിനെ നിന്റെ കരുണ കടലിൽ മുക്കിയെടുക്കണേ, കരുണ കടലിൽ മുക്കിയെടുക്കണേ. കർത്താവിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ പൂർണ്ണമായ വിടുതൽ കിട്ടി ഒരു പുതുജീവിതം പുനരാരംഭിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പാപം വിതച്ച വൈകാരിക മനുഷ്യന്റെ മുറിവുകള്, പാപം മൂലം വന്ന കുറ്റബോധങ്ങള്, പാപം മൂലം വന്ന തകർച്ചകള്, പാപം മൂലം വന്ന അനർത്ഥങ്ങള്, പാപം മൂലം വന്ന അടിമത്തങ്ങള് ഒരാത്മാവിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് എത്തിയ ഒരു ആത്മാവിനെ ഇന്നലകളുടെ ഒരു പാപത്തിനും പിന്നീട് ഒരിക്കലും ആത്മാവിനെ വേട്ടയാടാൻ പറ്റില്ല. അത് അവിടെ തീരും, അവിടെ തീർന്നു. പിന്നെ അപ്പുറത്തേക്ക് ഒരു ആത്മാവിനെ ഒന്നിനും വേട്ടയാടാൻ പറ്റില്ല. കർത്താവിന്റെ കുരിശുമരണത്തിലേക്ക് എത്തിയ ഒരാത്മാവിനെ, ആ കുരിശുമരണത്തിന്റെ യോഗ്യത, ആ കരുണ സ്വന്തമാക്കിയ ഒരാത്മാവിനെ പിന്നെ ഒരു തിന്മയ്ക്കും അതിനപ്പുറം പീഡിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു തിന്മ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളിലുണ്ട് എന്ന് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് എല്ലാ ആഴ്ചകളിലും പറ്റുമെങ്കിൽ കുമ്പസാരിക്കാൻ പറ്റുമെങ്കിൽ കുമ്പസാരിക്കുക. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കുക. കാരണം നമുക്ക് ബലഹീനതയുണ്ട്, കൃപയില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കൗദാശിക ജീവിതം നമ്മെ കൃപയിൽ നിറയ്ക്കുന്ന ജീവിതമാണ്.